ഓടിവാ, ഒരു സൂത്രം കാണിക്കാം. അയ്യോ, ഇതെന്ത് ജീവി? ഇത് പാറ്റയല്ലേ? ഇതിനെ കാണിക്കാനാണോ നീ വിളിച്ചത്? അല്ലല്ല മിന്നു, ഞാൻ കുറേ കാലമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പടം വര ബുക്ക് കാണിക്കാനാ വിളിച്ചത്. ഒത്തിരി പഴയതാ, നിറയെ ചിത്രങ്ങളുണ്ട്. എവിടെ കാണട്ടെ? അയ്യടാ, നീ മാത്രം കണ്ടാ പോരാ, തുള്ളിയും ചങ്ങാതിമാനെ കാണിക്കണം. അയ്യോ, ദേ വീണ്ടും പാറ്റ. ഹായ് തുള്ളി, നോക്കൂ, എന്റെ കയ്യിലുള്ള ചിത്രം വര പുസ്തകം മുഴുവൻ പാറ്റയാ. പാറ്റയൊക്കെ പോയല്ലോ, ഇനി ചിത്രം കാണട്ടെ. ബുക്ക് തുറക്കൂ. അയ്യോ, ഇത് മുഴുവൻ കീറിപ്പോയല്ലോ. വിഷമിക്കാതെ തുള്ളി, നല്ല നല്ല ചിത്രങ്ങളുണ്ടായിരുന്ന ബുക്കാ, കണ്ടോ, മൊത്തം പാറ്റ തിന്നു. അമ്പട പാറ്റേ, മിയ, അതിനൊരു സൂത്രമുണ്ട്. മിയ വരച്ച ചിത്രങ്ങൾ തിരിച്ചു കിട്ടിയാ പോരെ? അതെങ്ങനെ? അത് കണ്ടോളൂ. മിയ, ഇനി ഈ ബുക്ക് തുറന്നു നോക്കൂ. ഹായ് ചിത്രങ്ങൾ. താങ്ക് യു തുള്ളി. തുള്ളിക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, നമ്മളോടൊപ്പം തുള്ളിയല്ലേ ഉള്ളത്. തുള്ളി, ഇനി ചങ്ങാതിമാർക്ക് പാഠം പറഞ്ഞു കൊടുക്കാം. തുള്ളി പെൻസിലേ, എഴുതാൻ തയ്യാറായി നിൽക്കല്ലേ? ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഇന്ന് കായും ഊയും ചേർന്നാൽ എന്താകും എന്ന് നോക്കാം. കാ അധികം ഊ, കു. കു എങ്ങനെയാ എഴുതുക? അതിന് ആദ്യം കാ എഴുതണ്ടേ? ഇങ്ങനെ ഇങ്ങനെ എഴുതാം. ഇനി ഇങ്ങനൊരു ചിഹ്നമാണ് ഇടേണ്ടത്. ഇതിന് എന്താ പറയാന്നറിയോ? ഊ അടയാളം. ഊ അടയാളം എങ്ങനെ ഇട്ടു? ഇതാ ഇങ്ങനെ വളച്ച് താഴേക്ക്, പിന്നെ ഇങ്ങനൊരു വട്ടം. ഒന്നുകൂടി നോക്കണോ? കാ എഴുതി അതിനോട് ചേർത്ത് ഊ അടയാളം, അപ്പോൾ കു. ഇതെന്താണ്? കു. കു വെച്ച് ഒരു മൃഗത്തിന്റെ പേര് പറയാമോ? കുതിര. ഇനി ഒരു വാക്ക്, കുടം. ഇനി അക്ഷരപ്പാട്ടാണേ. കുടകുമലയ്ക്ക് പോവാണോ? കുടകുമലയ്ക്ക് പോവാണോ? കുഞ്ഞും കൂടെ പോന്നോട്ടെ. കുഞ്ഞും കൂടെ പോന്നോട്ടെ. തുള്ളി. പാഠം കഴിഞ്ഞല്ലോ, ഇനി ചങ്ങാതിമാർക്ക് എന്താ അറിയേണ്ടത്? തുള്ളി, എന്റെ പുസ്തകം കരണ്ട പാറ്റയെ ഒന്ന് കാണിച്ചു തരാമോ? ആ പാറ്റകളൊക്കെ കാട്ടിൽ കയറി ഒളിച്ചു മിയ. മിയക്ക് പാറ്റയെ കണ്ടാ പോരെ? ഇവനാണ് പാറ്റ അല്ലേ? എന്റെ ബുക്കെല്ലാം കരണ്ട് തിന്നിട്ട് സുഖായിട്ടിങ്ങനെ ഇരിപ്പല്ലേ? പാറ്റയെ കുറിച്ച് ചങ്ങാതിമാർക്ക് അറിയില്ലേ? അടുക്കളയിലും അലമാരയിലും പുസ്തകത്തിനുള്ളിലും എന്ന് വേണ്ട, കടകളിലും കപ്പലുകളിലും വിമാനങ്ങളിലും വരെ പാറ്റയെ കാണാം. പാറ്റയെ കാണുമ്പോഴേ എല്ലാവർക്കും അറപ്പും വെറുപ്പുമാണ്. ഹിറ്റും പാറ്റ ചോക്കും ഉപയോഗിച്ച് ഓടിച്ചിട്ട് കൊല്ലാറുണ്ട്. പക്ഷെ പലർക്കും അതിനെ കാണുന്നത് തന്നെ പേടിയാ അല്ലേ? പുസ്തകങ്ങളൊക്കെ കരണ്ട് നാശാക്കണോണ്ടാണ് എനിക്ക് പാറ്റ ഇഷ്ടമല്ലാത്തത്. മിയ, ലോകത്ത് 10,000-ഓളം ഇനത്തിലുള്ള പാറ്റകളുണ്ട്. തുള്ളി, പാറ്റകൾ ഉപകാരികളാണോ? അതെ, പാറ്റകൾ വഴി സസ്യജാലങ്ങൾക്ക് ഒത്തിരി ഉപകാരമുണ്ടത്രേ. അപ്പോഴിനി പാറ്റകളോട് കൂട്ടുകൂടല്ലേ? അതെ, പുസ്തകങ്ങളൊന്നും കരളാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. എന്നാൽ ഇനി ഇന്നത്തെ തുള്ളിക്കാഴ്ച എന്താണെന്ന് നോക്കാം. പാട്ടുകാരൻ പക്ഷിയെക്കുറിച്ച് ചങ്ങാതിമാർക്കെല്ലാം അറിയില്ലേ? ആരാ? കുയിൽ.
കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന സൂത്രക്കാരനായ കുയിലിനെ കുറിച്ചാണ് ഇന്നത്തെ തുള്ളിക്കാഴ്ച. കുയിലുകൾ പലതരമുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? നാട്ടുകുയിൽ, രാക്കുയിൽ അഥവാ പേക്കുയിൽ, ചെറുകുയിൽ ഇവയൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നത് നാട്ടുകുയിലിനെയാണ്. നാട്ടുകുയിലിന്റെ പൂവനെ കരിങ്കുയിലെന്നും പിടയെ പുള്ളിക്കുയിലെന്നും വിളിക്കുന്നു. ഏഷ്യയിലും ഓസ്ട്രേലിയയിലും പസഫിക് സമുദ്ര പ്രദേശങ്ങളിലും കുയിലുകളെ കാണാം. കരിങ്കുയിൽ അഥവാ പൂവന് കാക്കയോളം തന്നെ വലിപ്പമുണ്ടാകും. നിറമോ കറുപ്പ് തന്നെ. കൊക്കിന് ഇളം പച്ച കലർന്ന ചാരനിറം. കണ്ണുകൾക്ക് ചുവപ്പ്. കാലുകൾക്കോ ചാരനിറം. പെൺകുയിലിന് ചാരനിറമാണ്. ദേഹം നിറയെ വെള്ള പുള്ളികൾ ഉണ്ടാവും. കണ്ണുകളോ ചുവപ്പും. കുയിലുകൾ കാക്ക, കരിയിലക്കിളി തുടങ്ങിയ പക്ഷികളുടെ കൂടുകളിലാണ് മുട്ടയിടുന്നത്. മുട്ട വിരിയിക്കുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ഒക്കെ മറ്റു പക്ഷികൾ തന്നെ. കാക്ക അറിയാതെ സൂത്രത്തിലാണ് കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നത് എന്നതാണ് വേറൊരു സത്യം. തുള്ളി തുള്ളി നല്ല വിശപ്പുണ്ടല്ലോ. എനിക്കും. എന്താ രണ്ടാക്കും പതിവില്ലാത്തൊരു വിശപ്പ്? വിശക്കുന്നു തുള്ളി. ഒരു വഴിയുണ്ട്. ഹായ് പഴം. നീയ ഇനി വിശപ്പടക്കിക്കോളൂ. തുള്ളിയോട് എന്ത് ചോദിച്ചാലും സാധിച്ചു തരുമല്ലോ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തുള്ളി എന്തും ചെയ്യും. ഒപ്പമുണ്ടാകും കേട്ടോ. എന്താവശ്യം വന്നാലും. ഒരു സെക്കൻഡ് തുള്ളിയെ മനസ്സിൽ വിചാരിച്ചാൽ തുള്ളി നിങ്ങളുടെ മുന്നിലെത്തും. കേട്ടല്ലോ? തുള്ളി, ക്ലാസ്സിൽ ചില വികൃതി കുട്ടികളുണ്ട്. അവരെയൊക്കെ നന്നാക്കാൻ പോരാമോ? തുള്ളി, എന്റെ കൂടെ ഇരിക്കുന്ന മരത്തിലും ഒത്തിരി വികൃതി പക്ഷികളുണ്ട്. അവരെയും ഒരു പാഠം പഠിപ്പിക്കണം. സമയമായില്ല. എല്ലാവരെയും നമ്മുടെ ചങ്ങാതിമാരാക്കിയ പോരെ? തുള്ളിയുടെ ചങ്ങാതിമാർക്ക് ഇന്നിനൊരു തുള്ളി വാർത്ത ആയാലോ? ഹായ് ചങ്ങാതിമാരെ, തുള്ളി വാർത്ത കാണാൻ റെഡിയായോ? എല്ലാ ചങ്ങാതിമാർക്കും തുള്ളി ടിവിയുടെ തുള്ളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യരെക്കാളും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് റോബോട്ടുകൾ. അതറിയാലോ? അതെ, ഇന്നത്തെ തുള്ളി വാർത്തയിൽ റോബോട്ടുകളെ കുറിച്ചുള്ള ഒരു പുതിയ വിശേഷം തന്നെയാണ്. ഇതിനു മുൻപ് തുള്ളി വാർത്തയിൽ റോബോട്ടുകളെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? സ്മാർട്ട് ബേർഡ്സ് ആയ പറക്കും റോബോട്ട്സ്. അതുപോലെ തന്നെ ഇതാ ഇന്നത്തെ വാർത്തയിൽ വേറൊരു റോബോട്ട് വിശേഷം. പാട്ട് പാടുന്ന റോബോട്ട്, ഡാൻസ് കളിക്കുന്ന റോബോട്ട്, ഇങ്ങനെ പലതരം റോബോട്ടുകളുണ്ട്. എന്നാൽ റെസ്റ്റോറന്റ് നടത്തുന്ന റോബോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? എന്നാൽ ഇങ്ങനെ ഒരു കാര്യമാണ് ചൈനയിലെ ജിയാങ് സിറ്റിയിലെ ഒരു റെസ്റ്റോറന്റിൽ സംഭവിച്ചത്. റോബോട്ടുകൾ നടത്തുന്ന റെസ്റ്റോറന്റ് പേരാണ് ദ ഡാലു റോബോട്ട് റെസ്റ്റോറന്റ്. കഴിഞ്ഞ ഡിസംബർ 5-നാണ് ഈ റെസ്റ്റോറന്റ് പ്രവർത്തനം തുടങ്ങിയത്. 100 ആളുകൾക്ക് വരെ ഒറ്റ സമയം സുഖമായി ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ റെസ്റ്റോറന്റിലെ സ്റ്റാഫ്സ് എല്ലാവരും റോബോട്ടുകളാണ് എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. റിസപ്ഷനിൽ 2 റോബോട്ടുകളാണ് ഉള്ളത്. പിന്നെ 12 വെയിറ്റർ റോബോട്ടുകളും. അപ്പോ ഭക്ഷണം തയ്യാറാക്കുന്നത് ആരാ എന്നൊരു സംശയമുണ്ടാകും അല്ലേ? എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് റോബോട്ടുകളല്ല കേട്ടോ. അത് ഹോട്ടലിലെ മറ്റ് ജീവനക്കാരാണ്. കാരണം ഇവർ മടികൂടാതെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യും എന്നുള്ളതാണ്. ഭക്ഷണവും വേണ്ട, ശമ്പളവും വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവരെ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ചിലവേറിയ കാര്യമാണ്. പിന്നീടുള്ള വാർത്തയിൽ റോബോട്ട് വിശേഷങ്ങൾ ഇനിയും തുള്ളി തുള്ളി നോക്കൂ, നല്ല പൂക്കൾ കണ്ടോ? ഇവിടെ ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടും ഒരു പൂമ്പാറ്റ പോലും ഇല്ലല്ലോ. പൂമ്പാറ്റകളില്ലാത്തൊരു കുറവ് നമുക്ക് നികത്തിയാലോ? ഹേയ്, പൂമ്പാറ്റകൾ പൂക്കളിൽ ഇരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയാ. അവർ പറക്കുമ്പോൾ പൂക്കൾ തന്നെ പറക്കുന്നെന്ന് തോന്നും. ഒരു കവിത കേട്ടിട്ടുണ്ടോ? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കൊണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളാണവയെല്ലാം.
ശരിക്കും പൂക്കളെക്കാൾ ഭംഗിയുള്ള പൂമ്പാറ്റകളുണ്ട്. ഇപ്പോ ചങ്ങാതിമാർക്ക് പൂമ്പാറ്റകളെ കാണണോ? ദാ നോക്കൂ. ഹായ് പൂമ്പാറ്റ. നല്ല ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന പോലുണ്ട് പൂമ്പാറ്റകളെ കണ്ട. ഇന്നൊരു പൂമ്പാറ്റയെ വരയ്ക്കാം മിയ. വരച്ച് സൂക്ഷിച്ചു വെക്കാം, പാറ്റ കരളാതെ. ഇനി പാറ്റയും പൂമ്പാറ്റയും എല്ലാം നമ്മുടെ ചങ്ങാതിമാരാ. ചങ്ങാതിമാരെ, എങ്കിലിനി വരയിലേക്ക് പോകാം. ഓയ്, ഇന്ന് തുള്ളിവരയിലെ ടി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. ടി എന്ന ലെറ്റർ എന്തായി മാറും നോക്കാം. ടി എഴുതുന്നത് എങ്ങനെയാണ്? താഴേക്കൊരു വര വരച്ച് പിന്നെ അതിൻ്റെ മുകളിലൂടെ ഒരു വര വരയ്ക്കുമ്പോഴാണ് ടി ആകുന്നത് അല്ലേ? ഇനി ആദ്യം വരച്ച വരയുടെ ഒരു വശത്തു കൂടി ചരിച്ചൊരു വര വരച്ച് ഇങ്ങനെ പൂർത്തിയാക്കുക. എന്നിട്ട് രണ്ടാമത് വരച്ച വരയ്ക്ക് മുകളിലും അതുപോലെ ചരിച്ച് ദാ രണ്ടു വശവും ഇങ്ങനെ വരയ്ക്കുക. ഇനി മുകളിൽ ഇങ്ങനെ ഒരു പിടികൂടി വരച്ചാൽ ചുറ്റികയായല്ലേ? ഒന്നുകൂടി നോക്കാമോ? ആദ്യം ടി എഴുതുക. ടി എങ്ങനെയാ എഴുതുന്നത്? ഒരു വര താഴേക്ക്, ഒരു വര മുകളിൽ, ഇങ്ങനെ അല്ലേ? ഇനി ആദ്യം വരച്ച വരയുടെ ഒരു വശത്ത് ചരിഞ്ഞൊരു വര വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്വശം ഇങ്ങനെ വരച്ച് പൂർത്തിയാക്കണം. ഇനി രണ്ടാമത് വരച്ച വരയുടെ മുകളിൽ ഒരു ചരിഞ്ഞ വര. ഈ ചരിഞ്ഞ വര വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുവശവും പൂർത്തിയാക്കുമ്പോൾ ഇതൊരു പെട്ടി പോലെയാകുമല്ലേ? ഇനി ഈ പെട്ടിക്ക് മുകളിൽ ചെറുതായി ഇങ്ങനെ ഒന്ന് വളച്ചു വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഹാമർ തയ്യാർ. ഹാമർ ചുറ്റുക അല്ലേ? തുള്ളി വരയ്ക്കാൻ നല്ല രസാ. കളർ പെൻസിലും കടലാസും ഒത്തിരി ഉണ്ട് വീട്ടിൽ. ചങ്ങാതിമാരും വരച്ച് പഠിക്കുന്നില്ലേ? ഇനി കാത്തിരിക്കുന്നത് കടങ്കഥയ്ക്ക് വേണ്ടിയല്ലേ? അതെ, കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കൊച്ചു കൂട്ടുകാർക്ക് നല്ല മിടുക്ക. ഒരു തുള്ളി കടങ്കഥ. ഹലോ, ആരെയാണോ? തുള്ളിന്നാണ് വിളിക്കുന്നേ. അതെ അതെ, തുള്ളിന്നാണ് വിളിക്കുന്നത്. കടങ്കഥയ്ക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പേര് തന്നിരുന്നു ഇവിടെ. അതാ ഞങ്ങൾ ഇന്ന് തെരഞ്ഞെടുത്ത് വിളിച്ചത്. തുള്ളിക്ക് സുഖം തന്നെ? സുഖം, പരമസുഖം. ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. കാലുകളില്ലെങ്കിലും നാടാകെ ഓടും. കാലുകളില്ലെങ്കിലും നാടാകെ ഓടും. കൊടയാണോ? കൊടയല്ല, കൊടയ്ക്ക് കാലില്ലേ? കൊടക്കാല് നമ്മൾ പ്രത്യേകിച്ച് പറയാറില്ല. കാലില്ലെങ്കിലും നാടാകെ ഓടും. നാടാകെ ഓടും. കാലുകളില്ലെങ്കിലും നാടാകെ ഓടും. ഒരു ക്ലൂ തരുമോ? ആകാശത്തുള്ളൊരു സാധനാണേ. ആകാശത്തോ? ചന്ദ്രൻ. ഓടി നടക്കുന്ന ആരാ? ചന്ദ്രൻ ഓടി നടക്കോ? വാൽ നക്ഷത്രോ? അല്ല, അത്രയൊന്നും പോണ്ട. ഇത് സാധാരണക്കാരനാ, എന്നും കാണാൻ പറ്റും. വാലില്ലെങ്കിലും നാടാകെ ഓടും. വെളുത്ത നിറമുണ്ട്, കറുത്ത നിറമുണ്ട്. വെളുപ്പ് നിറമുണ്ട്, കറുത്ത നിറമുണ്ട്. ഇനി ഒന്നുകൂടി എളുപ്പമാക്കി തരാം. കറുത്ത നിറക്കാരൻ മഴയും പെയ്യിക്കും. മേഘം. മേഘം, ശരി ഉത്തരം. ശരിക്കും സ്റ്റാർ എനിക്കാണേ കിട്ടേണ്ടത്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ഇതൊരു ജീവിയാണ്. ജീവി. ആമാ, ശരി ഉത്തരം. അപ്പൊ രണ്ടാമത്തെ സ്റ്റാറും കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം. കറുത്ത പാറയ്ക്ക് വെളുത്ത വേരോടി. കറുത്ത പാറയ്ക്ക് വെളുത്ത വേരോടി. ആനക്കൊമ്പാണോ? ശരി ഉത്തരം. അപ്പൊ 3 സ്റ്റാറും കിട്ടി. നല്ലൊരു സമ്മാനം വരുന്നുണ്ടേ, കാത്തിരിക്കണേ. ശരി. പരീക്ഷയ്ക്ക് പഠിക്കണം കേട്ടോ. പഠിക്കോ? നല്ല മാർക്ക് വാങ്ങി ജയിക്കണേ. ശരി. വീണ്ടും കാണാം. ബൈ.
അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാം തീർന്നു. പക്ഷേ ഇനിയൊന്നുണ്ട്, കൂട്ടുകാരയച്ച കത്തുകൾ. ഇന്നത്തെ കത്തയച്ചിരിക്കുന്നത് സുംബുലയാണ്. വായിക്കട്ടെ. പ്രിയപ്പെട്ട തുള്ളി, ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ സുംബുല. ഞാൻ 6ാം തരത്തിലാണ് പഠിക്കുന്നത്. ഐഡിയൽ ഹയർ സെക്കൻഡറി ധർമ്മഗിരി എന്നാണ് എൻ്റെ സ്കൂളിന്റെ പേര്. എനിക്ക് നിന്നെ എന്തിഷ്ടാണെന്നോ. സ്കൂളിലിരിക്കുമ്പോൾ ഞാൻ നിമിഷങ്ങൾ തള്ളി നീക്കും. വൈകുന്നേരത്തെ ലോങ് ബെല്ലിന് കാതോർത്തുകൊണ്ട്. മീഡിയ 1 എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം അതിലാണല്ലോ എൻ്റെ തുള്ളിയുടെ വരവ്. കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നിന്നിൽ നിന്നല്ലേ ലഭിക്കുന്നത്. കൂടുതൽ പുതുമയോടെ ഇനിയും പറഞ്ഞേ. ശുഭപ്രതീക്ഷയോടെ സുംബുല. സുംബുലയുടെ അനിയത്തിയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടേ. അവളുടെ പേര് സാഹിദ എന്നാണ്. അതിന്റെ കൂടെ ഒരു കവിത അയച്ചിട്ടുണ്ട്. തുള്ളി, നീ വെറും തുള്ളിയോ? ഹേ അല്ല, നീയാണ് എന്റെ സ്നേഹത്തുള്ളി. സ്നേഹത്തിന്റെ ഉറവയായി നീ എൻ ഹൃദയത്തിൽ നീർച്ചാലുകളായി. നീയാണ് എന്റെ മഞ്ഞുതുള്ളി. മഞ്ഞിന്റെ കുളിർമയായി എന്റെ ഹൃദയത്തിൽ പെയ്തിറങ്ങി. നീയാണ് എന്റെ ദാഹത്തുള്ളി. ഞാൻ തേടുന്ന എന്റെ വിജ്ഞാനദാഹം തീർത്തു നീ. സുംബുല, ഇത് എന്തൊരു വലിയ കവിതയാ. ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നല്ലൊരു കവയിത്രിയാണെന്ന് തോന്നുന്നല്ലോ. തീർച്ചയായും ഇനിയും എഴുതണേ. ഈ കത്തിന്റെ കൂടെ ഒരു ചിത്രമുണ്ടേ. ഇത് അയച്ചിരിക്കുന്നത് മുഹസിനാണേ. ഹായ്, എന്ത് നല്ല ചിത്ര ഇത്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ചങ്ങാതിമാരോടുള്ള ചോദ്യം ചോദിക്കാം. പാറ്റയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? പാറ്റയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? ഉത്തരം അയക്കണേ. തുള്ളിയുടെ മായാജാലങ്ങളും ഒത്തിരി അറിവുകളുമായി ഞങ്ങൾ നാളെ എത്താമേ. അയ്യോ, വിലാസം പറഞ്ഞില്ലല്ലോ. തുള്ളി, PB നമ്പർ 501, തിരുവനന്തപുരം 14. തുള്ളി. ഇനി നാളെ കാണാമേ.